ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്രസ്റ്റീജിൻ്റെ സ്റ്റീം ക്ലീനറാണ്. ഈ വാക്വം ക്ലീനർ പോലെയുള്ള ഒരു സംഭവമാണ്. നമുക്കതപ്പോൾ വീട് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റീമിൽ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ട് കിടക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി ഈ കവറ് പുറത്തേക്ക് എടുക്കാം. ഇത് വേറൊരു കവറിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്താണ് അവർ കൊണ്ടുവന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇത് പുറത്തെടുക്കാം. ഈ സംഭവത്തിന്റെ ഇതിവിടെ കൂടെയാണ് സ്റ്റീം വരണത്. ഇത് ഓരോന്ന് നമുക്ക് പുറത്തെടുക്കാം. ഇതാണ് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ടവൽ ഹോൾഡേഴ്സ് ആണ്. ഇവിടെ ഒരു ടവൽ എടുക്കുകയാണെങ്കിൽ അത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു ടവൽ വരും. എന്നിട്ട് തുടയ്ക്കുമ്പോൾ ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഇത് അറ്റാച്ച് ചെയ്യും. ഇപ്പം നീട്ടം കൂട്ടാനാണ്. നമുക്ക് ഇഷ്ടമുള്ള നീട്ടത്തിൽ ഇത് ചെയ്യാം. അത് നേരത്തെ കണ്ടതുപോലെ തന്നെ നേരത്തെ കണ്ട സംഭവം, ഈ സംഭവം നേരത്തെ ഫ്ലോറുകൾ തുടയ്ക്കാനാണ് സ്റ്റീം വെച്ച്. ഇത് വിൻഡോസ് ഗ്ലാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ്. നിങ്ങൾക്കിത് നമ്മുടെ സംഭവം പുറത്തെടുക്കാം. ഓ അതെ, നമുക്കൊരു ടവലും മെഷറിങ് സംഭവം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടവൽ. അയ്യോ, എന്താ താരപ്പോയല്ല, എടുപ്പോയി. അത് വാട്ടർ ഒഴിക്കാനുള്ള മെഷർ ചെയ്തിട്ടുള്ള വാട്ടർ എടുക്കാനാണ്. അപ്പം ഇനി നമുക്ക് മെഷീൻ പുറത്തേക്ക് എടുക്കാം. ഇതാണ് മറ്റേ ഓക്കെ, നമുക്കിനി വെള്ളം ഒഴിക്കുന്നതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ സംഭവം വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അടിയിലില്ല. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഒരു സ്റ്റോറേജ് സംഭവം പോലെ. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. എന്തെങ്കിലും മീൻസ് ഈ സംഭവം ഒക്കെ വെക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ താര തുടയ്ക്കാനും ഗ്ലാസ് തുടയ്ക്കാനൊക്കെ കണ്ടതുപോലെ തന്നെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഇതൊക്കെയാണ്. നോസിൽസും സാധനങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ജെറ്റ് ഓഫ് സ്റ്റീം വരാൻ. പിന്നെ ഇത് വേറെ കുറച്ചുകൂടെ ചെറുതും കുറച്ചുകൂടെ ടൈപ്പൊക്കെ ആയിട്ടുള്ള. ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട്. ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്തൊക്കെ കോർണേഴ്സ് സംഭവങ്ങളൊക്കെ ഇത് ചെയ്യാനുള്ളതാണ്. ഇത് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ഷേപ്പിലാണ്. ഓക്കെ, നമുക്കിനി വേറെ എന്താ നോക്കാം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ ഇതിൻ്റെ സംഭവം ഫിറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ നീട്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇത് രണ്ടെണ്ണം എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചത്. ഇത് ഈ സാധനം ഇത് കണ്ട, ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് ലോക്ക്ഡായി. ഇനി എന്ത് ചെയ്താലും പോകത്തില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും, സ്റ്റീമൊന്നും പോകത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടെണ്ണം യൂസ് ചെയ്യണില്ല, ഒരെണ്ണം യൂസ് ചെയ്യണുള്ളൂ. കാര്യം അത്രയ്ക്ക് നീട്ടം മതി നമുക്ക് തൽക്കാലം. അപ്പോൾ നമുക്കത് ഇങ്ങനെ വരാം. ആദ്യത്തെ യൂസിലൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാം. ഇതിവിടെ എല്ലായിടത്തും ഇതേപോലത്തെ ഒരു ബട്ടൺ പോലെ ഉണ്ടാവും. അത് പ്രസ് ചെയ്യുക, ഇതിങ്ങനെ വയ്ക്കുക, ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സംഭവം ഫസ്റ്റ് ഇതിൽ നമുക്ക് ഈ ഫ്ലോർ ക്ലീനറിന് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് പിന്നെ ഫിറ്റ് ചെയ്യാം.
ഫ്ലോർ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം നിറയ്ക്കാൻ. എന്നിട്ട് 1500 ml ആണ് ഉപയോഗിക്കുന്നത്. ഇതിലാണ് നിറയ്ക്കാൻ വേണം നമ്മൾ. ഇതിപ്പോൾ മെറ്റലിൻ്റെ ആണ്, ചൂടായിരിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്, ഉപയോഗിക്കുന്നതിന് മുമ്പ് ചൂടുണ്ടാവില്ല. ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്റ്റീമൊക്കെ ഇതായതുകൊണ്ട് നല്ല ചൂടായിട്ടിരിക്കും ഇത്. അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ കയറി ചാടിക്കറി ഇതിലൊന്നും പിടിച്ചേക്കരുത്. പിടിച്ച കൈ കൊള്ളു ഉറപ്പായിട്ട്. വെള്ളം നിറയ്ക്കാൻ ഇതാണ് നമ്മൾ നേരത്തെ താരപ്പായ സാധനം. ഞാനിപ്പോൾ അതെടുത്ത് മറ്റേ ഫണല് ഈ നമുക്ക് വെള്ളം ഈ സാധനത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് അതിൽ. അപ്പോൾ ഇനി കവർ തുറക്കും. ഇതിൻ്റെ മാനുവൽ സംഭവം കിട്ടി. നമുക്ക് മാനുവൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമുക്കത് നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ വാറൻറ്റിയും ഉണ്ടെന്ന് തോന്നുന്നു. വാറൻറ്റി കാർഡും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് എൻ്റെ പ്ലഗും സാധനമൊക്കെ. അപ്പം ഇതാണ് വെള്ളം ഒഴിക്കണ സംഭവം. ഇതിങ്ങനെ തുറക്കണം. നമ്മൾ തുറന്നിട്ട് ഈ ഫണൽ വെക്കുക. പിന്നെ മറ്റേ അളവ് പറഞ്ഞിരിക്കുന്നത് മാനുവലിൽ നോക്കിയിട്ട് അളവുണ്ടാവും. ആ കറക്റ്റ് അളവ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മാർക്കിംഗ് ഉണ്ടാവും. ആ മാർക്കിംഗ് കറക്റ്റ് ഇതാണ്. ഇത് 700 ml ഒരു മെഷറിംഗ് പാത്രമാണ്. അപ്പം അങ്ങനത്തെ 2 പാത്രം നിറച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ 1400 ml ആവും. 100 ml വേണം. നമുക്കിപ്പോൾ ആദ്യത്തേത് വയ്ക്കാം. സൂക്ഷിച്ച് വയ്ക്കണം. താരേക്കൊന്നും വീഴ്ത്തരുത്. പതുക്കെ പതുക്കെ വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഇത് രണ്ടാമത്തെ ഇതാണ്. ഇനി ഇതും ഒഴിച്ചേക്കാം. പിന്നെ അത് 1400 ml വാട്ടർ ഉണ്ട്. നമുക്കിനി ഇത് അടയ്ക്കാം. നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം. സ്റ്റീമൊന്നും പുറത്തു പോകരുത്. ഓക്കെ, ഇനി നമുക്കിത് ഈ പ്ലഗ് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യാം. ആദ്യം ഇത് വെടിക്കട്ടെ.
ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് പ്രസ്റ്റീജിൻ്റെ സ്റ്റീം ക്ലീനറാണ്. ഇത് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനും അതുപോലെ സ്ലാബ്, ബാത്റൂം, വിൻഡോസ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അതിനൊക്കെ സെപ്പറേറ്റ് നോസിൽസൊക്കെ ഉണ്ട് ഇതിൽ. സാധാരണ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കോർണർ പോലുള്ള ഭാഗങ്ങളൊക്കെ ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അഴുക്ക് അല്ലെങ്കിൽ ഗ്രീസ്, ടൈലിൻ്റെ ഇടയിലൊക്കെയുള്ള സ്റ്റെയിൻസ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. 1 വർഷം വരെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാറൻറ്റി പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 10,000 ആണ്. നമുക്കിപ്പോൾ ആമസോണിൽ നിന്ന് 7,400 ആ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.